പുളിയമ്പലം നിന്നും കട്ടപ്പനയിലേക്ക് ഇറങ്ങി പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. മഴയുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. ഒന്ന് പോയി കാണാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം. അല്ല വാ കുഞ്ഞി. അതുകൊണ്ടോ ബൈക്കേഴ്സ് പോകുന്നുണ്ടോ? റൈഡ് കട്ടപ്പനയിൽ നിന്ന് ഇടുക്കിക്ക് വരുന്ന വഴിക്ക് നിർമ്മല സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പോകുന്ന വഴിക്കാണ് നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇതിലെ കാണുന്ന മലയുടെ മേളിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര മഞ്ഞുണ്ട്. എല്ലാവരും കുടയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? 4 കുട വീട്ടിൽ വെച്ചിട്ട് മഴയത്ത് നാട് കാണാൻ ഇറങ്ങിയത്. ഒറ്റ കുടയില്ല. പിള്ളേർ ചാടി വണ്ടിക്കകത്ത് കയറിയില്ല പോകാന്ന് പറഞ്ഞപ്പോഴേ കുടയെടുക്കുന്ന കാര്യമൊക്കെ അവരെ ഓർത്തു. നീ കോട്ടിട്ടുകൊണ്ട് പോവാം. എല്ലാവർക്കും ഡേഞ്ചർ സ്പോട്ടാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഇറങ്ങിയതല്ലേ. ഭയങ്കര മഞ്ഞ കേട്ടോ മേളിലോട്ട്. കാറ്റും വളരെ തണുപ്പും. നമുക്കെല്ലായിരുന്നു നീലക്കുറിഞ്ഞി കാണണം നീലക്കുറിഞ്ഞി കാണണം എന്നും പറഞ്ഞ് പോയി നോക്കാം. സമയം കൊണ്ടാ നല്ല മഴയും കാറ്റും. നല്ല ഓഫ് റോഡാണ് കേട്ടോ. തണുപ്പിന് കയറി പോകത്തുള്ളൂ. കുഞ്ഞേ ഓടിപ്പോയി വീഴല് കേട്ടോ. ഇനി വീഴണ്ട കേട്ടോ. ഇനി വീഴണ്ട. താഴെയൊക്കെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. താഴെയൊക്കെ ഇടുക്കിയിലെ വെള്ളം കയറി കിടക്കുന്ന ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഒന്നും കാണത്തില്ല മഞ്ഞ് കാരണം. കണ്ടോ മഞ്ഞ് മാറിയേ. മഞ്ഞ് അങ്ങ് കാറ്റത്തങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ടോ ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്നത്. നല്ല സീനാണ് കേട്ടോ. എവിടെ വന്ന് നോക്കി, ഇവിടെ വന്ന് നോക്കി. ഇവിടെ നല്ല നല്ല കണ്ടോ മഞ്ഞ് മാറി കഴിയുമ്പോഴേ അതൊക്കെ ഉണ്ട്. താഴെയൊക്കെ ആളുകളുണ്ട്.
അവിടെ വന്നപ്പോൾ നമ്മൾ വന്നത് ആ അതിൻ്റെ ഒരു സൈഡാണ്, അതിൻ്റെ ഇങ്ങേ സൈഡാണ് ഇത്. എങ്ങനെയുണ്ട് കുഞ്ഞി? ആണോ? ആ ഐലൻഡ് അതുകൊണ്ടില്ലേ വെള്ളം, ഡാമിലെ വെള്ളം കയറി കിടന്നിട്ടേ ഐലൻഡ് പോലെ ആണ് സ്ഥലമല്ല. ആൾക്കാരാണ് എങ്ങനെയുണ്ട്? നമുക്ക് അവിടെ കയറി പാടാം. നല്ല രസമല്ലേ? നല്ല സീനറി അല്ലേ? എവിടെ? ആ അതിലാളുണ്ട്. അങ്ങോട്ട് പോ, വാ, നടക്കാനുണ്ട് കുറേ. ഇവിടെ ഒരു ഇരിക്കാനായിട്ട് രേഖമാടൊക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രസമുണ്ട് കേട്ടോ, നല്ല കാറ്റും മഞ്ഞും തണുപ്പും പിന്നെ നല്ല സുന്ദര കാലാവസ്ഥ. എങ്ങനെയാണ് കുഞ്ഞി സീനറി? എങ്ങനെയുണ്ട്? നല്ല സീനറി അല്ലേ? കണ്ടോ, നല്ല മൊത്തം തുരുത്തുകളാണ് കണ്ടോ, വെള്ളം കയറി കിടക്കുന്ന ഓരോ തുരുത്തുകളാണ്. മഞ്ഞ് മാറുന്ന കാറ്റ് വരുന്നതനുസരിച്ച് മഞ്ഞ് മാറി മാറി പോകുന്നുണ്ടേ, അതിനനുസരിച്ച് നല്ല രസമാണ്. ഇപ്പോൾ കണ്ടോ, ഒരു മിനിറ്റ് പോലും ആയില്ല നമ്മൾ ആ മൊത്തം തെളിഞ്ഞു നിന്നിട്ടേ കാറ്റ് വന്ന് കംപ്ലീറ്റ് പിന്നെ മൊത്തം മഞ്ഞായി. മേലാ കയറിപ്പോയ ആൾക്കാരെ ഒന്നും കാണാനില്ല, മൊത്തം മഞ്ഞിനകത്തായി. അപ്പോൾ ഇത് കണ്ടോ, ഇതാ നീലക്കുറിഞ്ഞി. ഇത് പൂത്ത് വരുന്നതേ ഉള്ളൂ കണ്ടോ, പൂവായി വരുന്നതേ ഉള്ളൂ. അവിടെ ഇനി പൂവായതുണ്ടോ നമുക്ക് അങ്ങോട്ട് മാറി നോക്കാം. കണ്ടോ, നമ്മുടെ അവിടെ കാട്ടും പോയി. ഇത് മൂന്നാറാണ് കൂടുതലും ഉള്ളത്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നു വന്ന് ഓരോരോ ഏരിയകളിലായിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഒരു ആകപ്പാട് ഒരു 5 മിനിറ്റായി കാണത്തുള്ളേ. പക്ഷെ അന്നേനെയൊക്കെ നല്ലപോലെ കാറ്റടിച്ച് എല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഡാമിലെ എന്തേലും ഏരിയയിലാണ് ഡാമിലെ വെള്ളം കിടക്കുന്നതിന്. മഞ്ഞ് മാറിയാൽ മാത്രമേ കാണിച്ച് നടക്കത്തുള്ളൂ. കുറേ കണ്ടോ, ഇപ്പം കണ്ടോ തെളിഞ്ഞ് വരുന്നുണ്ടോ? കണ്ടോ, കാറ്റടിച്ച് മഞ്ഞങ്ങ് മാറുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആകുന്നുണ്ട്. ആ കാറ്റടിച്ചേ മഞ്ഞ് വെള്ളം ഇറങ്ങുന്നതിന്റെ പാടുണ്ട്. അത് വെള്ളം മഴക്കാലത്ത് വെള്ളം കൂടുതലാവും, വേനൽക്കാലത്ത് ഇറങ്ങിപ്പോവും. ആരിവനോ വീണോ കുഞ്ഞി? താഴത്തെ വ്യൂ എങ്ങനെയുണ്ട്? വാ മേളിൽ പോയിട്ട് വരാം. വാ മേളിൽ പോയിട്ട് വരാം.
മഴയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ കാണാനായിട്ട് വരുന്നു. നല്ല ഒരു വ്യൂ ആണ് വന്നു കഴിഞ്ഞാൽ. നീലക്കുറിഞ്ഞി പൂത്ത് വരുന്നിടത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് താഴേക്ക്. ആ അതെ അതെ. പക്ഷെ ഇതൊരു ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പൂവായിരിക്കും കേട്ടോ. രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാലേ ഫുള്ള് പൂവായിരിക്കും. നല്ല രസമായിരിക്കും. ആ കുറിഞ്ഞി പൂത്തിട്ട് സൂപ്പറാണോ? അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഇതിങ്ങനെ കണ്ടോ, കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും നല്ല എല്ലാ കുറിഞ്ഞി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ചമ്മച്ചിയൊക്കെ എന്തിയേ? ഇത് പറിച്ചേക്കല്ലേ, ഇത് ഇതിൻ്റെ പറിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഗവൺമെൻറ് നിരോധിച്ചേക്കുന്നതാണ്. പിന്നെ അച്ചമ്മച്ചിയൊക്കെ എന്ത് ചെയ്യും? മേളിലാണോ? ഒരു മലയുടെ ഒരു സൈഡ് മുഴുവൻ നീലക്കുറിഞ്ഞി വസന്തമായിട്ട് നിൽക്കുകയാണ്. നല്ലൊരു അടിപൊളി വൈബാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമിലെ വെള്ളം കയറി കിടക്കുന്നതും കാണാം, നീലക്കുറിഞ്ഞിയും കാണാം. എല്ലാം നല്ല സുഖമായിട്ട് കണ്ടിട്ട് പോയി. അപ്പോൾ ഏതായാലും ഞങ്ങൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ മുതൽ മഴ അങ്ങ് മാറിയേ. ഇപ്പോൾ മഞ്ഞാവുന്നു. മഴ ഇപ്പോൾ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല. പക്ഷെ വരുന്ന വഴി മൊത്തം നല്ല മഴയായിരുന്നു. നല്ലൊരു സീനറി താഴെ വന്നേക്കുന്ന കുഞ്ഞി, അത് കണ്ടോ കുഞ്ഞി? അതായത് ആ താഴെ കാണുന്നത് കേട്ടോ, അതെവിടെ വന്നറിയുമോ? അതാണ് അഞ്ചുരുളി ടണലിൽ നിന്ന് വന്ന് വീഴുന്ന വെള്ളമാണ് ആ താഴെ കാണുന്നത് കണ്ടോ. അത് ഇരട്ടയാറ്റിൽ നിന്ന് ഈ മലയുടെ അടിയിൽ കൂടെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിനകത്തൂടെ വന്ന് ഈ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് വീഴുന്ന വെള്ളമാണ് വന്ന് വീഴുന്നത് കണ്ടോ. ആ വെള്ളം കലങ്ങി വന്ന് വീഴുന്നുണ്ടോ കേട്ടോ. നല്ല എന്നാ രസം നോക്കി. സൂപ്പറല്ലേ, അടിപൊളി വ്യൂ അല്ലേ. നീലക്കുറിഞ്ഞി കണ്ടിട്ട് നല്ല രസമുണ്ട്. പൂത്ത് വരുന്നതേ ഉള്ളൂ, മൊത്തം പൂത്തില്ല. മൊത്തം പൂത്തായിരുന്നെങ്കിൽ നല്ല ഓളമായിരുന്നു കാണാൻ. മണ്ടവശമാണ്, ഈ കാറ്റ് കൊണ്ടായിരിക്കും. മണ്ടവശമാണ് പൂക്കാൻ താമസിക്കുന്നത്. അടിവശമൊക്കെ ഒരുമാതിരിയൊക്കെ പൂത്തു. ഇത് കണ്ടാൽ നല്ല രസമല്ലേ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോളേ. ഇത്രയും കാലം ഇവിടെ നല്ലതായിട്ട് പോയി. അത് നല്ല വെട്ടം പോലെയല്ലേ. മുമ്പേ അങ്ങേ സൈഡിൽ നല്ലൊരു ലൈറ്റ് ഓട്ടം പോലായിരുന്നു. പക്ഷെ മഞ്ഞ് വന്നപ്പോൾ ഒന്നും കാണുന്നില്ല. ഈ മലക്കടിയിൽ വഴി ഇരട്ടയാറ്റിൽ നിന്ന് വരുന്ന വെള്ളം താഴെ കാണുന്നത്, അതാ അഞ്ചുരുളി. അവിടെ അക്കരെയെല്ലാം ആൾക്കാരുണ്ട്. താമസമില്ല, ആൾക്കാർ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് അവിടെ. താമസമുണ്ട്, ആ ഭാഗമെല്ലാം ആൾ താമസം. എന്നാ കയറ്. വലിയധികം താമസിക്കണ്ട, നമുക്കും പോയേക്കാം. ഇത് ശരിക്കും കല്യാണത്തിൻ്റെ കുരിശ്
മലയുടെ ഒരു ഭാഗമുണ്ട് ഈ നീലക്കുറിഞ്ഞി ഇപ്പം ഉണ്ടായി നിൽക്കുന്ന ഏരിയയിൽ. നല്ല രസമുണ്ട്. നമ്മൾ നനയാതെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് എല്ലാം ചൂടിക്കൊണ്ട് ഒരു പാട്ട് നിൽക്കുന്നതാണ്. ആരാ ഈ പ്ലാസ്റ്റിക് എല്ലാം ചോന്നുകൊണ്ട് പോകുന്നത്? പ്ലാസ്റ്റിക് എല്ലാം ചോന്നുകൊണ്ട് ആരാ പോകുന്നതെന്ന്? അതുകൊണ്ട് കണ്ടോ പഴയ ഒരു ഏറുമാടം വെച്ചിരുന്ന ഏറുമാടം ആൾക്കാർ കയറി ഇരിക്കാനൊക്കെ ആയിട്ട്. പഴയ കാലത്തൊക്കെ എല്ലായിടത്തും ഏറുമാടമുണ്ട്. ഞങ്ങളൊക്കെ മരത്തിൻ്റെ മണ്ടയിലെ ഏറുമാടത്തിൽ കിടന്നിട്ടുള്ളതാണ്. നമുക്ക് പോയേക്കാല്ലേ. വഴി ഭയങ്കര മോശമാണ്. വഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. ഓഫ് റോഡ് 4 വീൽ വണ്ടികളുമാണെങ്കിൽ സുഖമായി ഇതിലെ പോകാൻ. ഇതിലെ മുമ്പ് ഒരു ആൾട്ടോ കയറ്റിക്കൊണ്ട് വരുന്നത് കണ്ടു. അതെങ്ങനെ കയറി വന്നെന്ന് അറിയത്തില്ല. തട്ടേണ്ടതാണ്. അതെങ്ങനെയാ അവർ തള്ളിക്കയറ്റി മേളിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ കട്ടപ്പന വന്നു. അവിടെ നിന്ന് ഇടുക്കി ജില്ലയിലെ കല്യാണത്തണ്ട് കാണാൻ പോകുന്നതാണ്. കല്യാണത്തണ്ട് വന്ന് കണ്ടു, ആസ്വദിച്ചു. നീലക്കുറിഞ്ഞി പൂത്തത് ഇഷ്ടം പോലെയുണ്ട്. പൂ ആയി വരുന്നതേ ഉള്ളൂ. കുറേയൊക്കെ പൂത്തു. ഇനി നല്ല പൂത്താൽ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്നാൽ ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്നതൊക്കെ കണ്ട് സുഖമായിട്ട് ഇറങ്ങിപ്പോകാൻ നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും ഒന്ന് കാണണം, കണ്ട് ആസ്വദിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.